ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ സന്നിധിയിലാണ്, നമ്മുടെ ഇടയിലാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ മനുഷ്യരോടുകൂടെ ഇത്രയും അടുത്ത്, ഇത്രയും സ്നേഹത്തിൽ ഈശോ ആയിരിക്കുമ്പോൾ ഈശോയെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ അറിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. മനുഷ്യമക്കളോടുള്ള ഈശോയുടെ വലിയ സ്നേഹമാണ് ഈ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിന് നമ്മൾ നന്ദി പറയാം. ഒരു അച്ഛൻ ഒരു കവിത ഇപ്രകാരം കുറിച്ചു. പരിശുദ്ധ കുർബാനയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അച്ഛൻ ആ കവിത എഴുതിയത്. അത് ഇപ്രകാരമാണ്: ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിരവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. രോഗങ്ങളുണ്ടാകാം. പക്ഷേ ഈ നിമിഷത്തേക്ക് നിങ്ങളെല്ലാം മറക്കുക. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷമതകളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ നീ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ വലിയ നിറവ് ഞങ്ങളുടെ മാനസങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങൾ ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടിയാണോ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്, ആ നിയോഗങ്ങളുടെ മേലും അഭിഷേകമായിട്ട്, സമാധാനമായിട്ട് കടന്നു വരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം. വചനം ഇപ്രകാരമാണ്. 1 കൊരിന്തോസ് 1:23 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്: ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അവരുടെ ചങ്കൂറ്റം നോക്കിക്കേ. യേശുവിനെ മറുതലിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ ചെന്നിട്ടാണ് അവർ പറയുന്നത്, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് പ്രഘോഷിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പറയാം. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് പ്രഘോഷിക്കുന്നത്. നിങ്ങൾ പ്രഘോഷിക്കുന്നുണ്ടോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ? നമ്മൾ മറ്റു മതങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ശക്തനാണ് ദൈവം. അവർക്ക് ഒരിക്കലും ശക്തിയില്ലാത്തതായിട്ട് അവരുടെ ദൈവത്തെ കാണിക്കാൻ പറ്റത്തില്ല. ശക്തനാണ് ദൈവം. അതുകൊണ്ട് തന്നെ അവരുടെ രൂപങ്ങൾ, അവരുടെ ഫോട്ടോകളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ പവർഫുള്ള്, ശക്തനായിട്ടുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ കുതിരയുടെയും ആനയുടെയും പുറത്തൊക്കെ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവരായ നമുക്ക് കാണിക്കുവാനായിട്ട്, ഈ ലോകത്തിന് മുൻപിൽ കാണിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കുരിശ് മാത്രമേ ഉള്ളൂ. കുരിശിൽ 3 ആണികളിൽ ഉടുതുണി പോലും ഇല്ലാതെ വെറും മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തി ശക്തിയില്ലാത്തവനായിട്ട് കിടക്കുന്ന ഈശോയെ, ആ ഈശോയെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പ്രഘോഷിക്കുന്നത്. ഇത് ഈശോയെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനിപ്പോൾ ചെയ്യുന്നത് പോലെ മൈക്കെടുത്ത് വെച്ചുകൊണ്ട് പ്രഘോഷിക്കുന്നതല്ല. എൻ്റെയും നിൻ്റെയും ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും ഈശോയിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കും, ദാ
ക്രൂശിക്കപ്പെട്ട ഈശോയെ പ്രഘോഷിക്കുന്ന മനുഷ്യര്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യത. നമ്മൾ ശക്തനായ ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇനി നമ്മൾ പരാതികൾ പറയും ഈശോയോട്. ഈശോയെ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വചനം പഠിക്കുന്നു, വായിക്കുന്നു, കേൾക്കുന്നു. എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇനി നീയും എൻ്റെ നേരെ കണ്ണടച്ചിരിക്കുകയാണോ? ഇതൊന്നും കാണുന്നില്ലേ? ചില ആൾക്കാർ എന്നിട്ട് പറയും, അച്ഛാ നൊവേനയൊക്കെ കൂടുന്നുണ്ട്, 9 ആഴ്ച നൊവേനയൊക്കെ കൂടി, ഒരു രക്ഷയില്ല, രോഗം മാറുന്നില്ല, കടബാധ്യത മാറുന്നില്ല. അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുന്നു, മടുത്തച്ഛാ. ചില ആൾക്കാർ കരഞ്ഞോട് പറയുന്നത്, ചില അമ്മച്ചിമാർക്ക് ഒരു രക്ഷയില്ല അച്ഛാ, ആർക്കും മനസ്സിലാകാൻ പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഈ കുരിശിൽ ഒരു ശക്തിയും കാണിക്കാതെ നഗ്നനായിട്ട് കിടന്ന ഈശോയുടെ അടുത്ത് വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കടബാധ്യത, വേദന, ദുഃഖം, ദുരിതം ഇതൊന്നും മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാറത്തില്ലെന്നല്ല അച്ഛൻ പറയുന്നത്, അത് തമ്പുരാൻ ക്രമീകരിക്കും. അതുകൊണ്ടാണ് എന്നെയും നിന്നെയും കുറിച്ച് കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ നശിക്കുവാനായിട്ട് ഈശോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ക്രൂശിക്കപ്പെട്ട ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഒന്നും അല്ലാതായി തീരും. നിങ്ങളൊന്നും ഒരു കാര്യം ഞാനെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ വരുമ്പോൾ ഇല്ലേ, വെറുതെ കുരിശിലോട്ട് നോക്കി നിൽക്കും. എന്തൊരു മുൾമുടി അല്ലേ ഈ ഈശോയെ നോക്കിയേ, കെട്ടപ്പെട്ട ഈശോ മുൾമുടിയൊക്കെ വെച്ച് പച്ചയായ മനുഷ്യൻ. അതുകൊണ്ടാണ് ഇതാ മനുഷ്യൻ അവർ പറഞ്ഞു, ഇതാ മനുഷ്യൻ, ഇതാണ് ശരിക്കുള്ള മനുഷ്യനാണ്, ഇതാ മനുഷ്യൻ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നീ നോക്കേണ്ടത് കുരിശിൽ കിടക്കുന്ന ഈശോയെയാണ്. അവനെയാണ് ഞാനും നിങ്ങളും അനുധാവനം ചെയ്യുന്നത്, പ്രഘോഷിക്കുന്നത്. എങ്കിൽ ആ ഈശോയെ അല്പനേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, സഹനങ്ങൾ, കടബാധ്യതകൾ ഇതൊക്കെ ഒന്നും അല്ലാതായി തീരും. ആശ്വാസം തരും. അത് ക്രൂശിതൻ നൽകുന്ന ആശ്വാസമാണ്. ക്രൂശിതൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ട് നമ്മളെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഒന്നുമല്ലാതായി തീരും. ഈ സഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഈശോയെക്കുറിച്ചും ചിന്തിച്ചു നോക്കാം. ഈശോ സാധാരണ ഒരു ഗ്രാമത്തിൽ, സാധാരണമായ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. ഈശോയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റികളിലൊന്നും ഈശോ പോയി പഠിച്ചിട്ടൊന്നുമില്ല. അധികം ദൂരം നമ്മൾ കുറേ യാത്ര ചെയ്യുന്നവരാണ്, അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെപ്പോലെ പദവിയോ പ്രശസ്തിയോ ഇതൊന്നും അലങ്കരിച്ചിട്ടില്ല. സാധാരണക്കാരനായിട്ട് ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ് ഈശോ ജനിച്ചത്. ജനിക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ, നമുക്ക് ഇച്ചിരി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നല്ല വീടെങ്കിലും ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് അതുപോലും ഇല്ലായിരുന്നു. കാലിത്തൊഴുത്തിൽ പശുക്കൂട്ടി കിടക്കേണ്ട ഒരു ദൈവം. ഇനി അവനക്ക് കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ മരണസമയത്ത് ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചു. അവർ ജീവനും കൊണ്ട് ഓടി. അവൻ്റെ വചനമൊക്കെ മറന്നു കളഞ്ഞിട്ട് അവരുടെ പാട്ടിന് ഓടിപ്പോയി. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ 33-ാമത്തെ വയസ്സായപ്പോൾ പൊതുസമൂഹം പോലും ഈശോയ്ക്കെതിരെ തിരിഞ്ഞു. പൊതുസമൂഹം ഈശോയുടെ നേരെ തിരിഞ്ഞു. ഇനി ഈശോ വലിയ ഡോക്ടറൊന്നും എടുത്തിട്ടില്ല, വലിയ ബുക്കുകൾ എഴുതിയിട്ടോ ഒന്നുമില്ല. നമ്മളെപ്പോലെ കൂടുതൽ ചിന്തിക്കുകയോ കൂടുതൽ ഡോക്ടറേറ്റ് എടുക്കുകയോ കൂടുതൽ പഠിക്കുകയോ പ്രശസ്തി നേടുകയോ ഒന്നും ചെയ്തില്ല. ഇനി അവസാനം അവൻ മരിക്കുന്ന സമയത്ത് പോലും മരിച്ച് അടക്കാനായിട്ട് ആരോ ദാനമായി കൊടുത്ത ഒരു കല്ലറയിലാണ് അവൻ അന്ത്യവിശ്രമം കൊണ്ടതും.
പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോയെക്കുറിച്ച് ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. പക്ഷേ എന്നിരുന്നാലും കാലങ്ങൾ കഴിഞ്ഞു, യുഗങ്ങൾ കഴിഞ്ഞു, ഇന്നും ഈശോ എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ വാഴുന്നുണ്ടെങ്കിൽ ഈശോ കീഴടക്കിയത് രാജ്യമല്ല, എൻ്റെയും നിൻ്റെയും ഹൃദയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ മാത്രമല്ല, മറ്റുള്ള ജനതകൾ പോലും ഈശോയെ ഇന്ന് ആരാധിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു. അവർ വിശ്വസിക്കുന്നത് വ്യത്യസ്തങ്ങളായ മതങ്ങളിലായിരിക്കാം, പക്ഷേ ഈശോയോട് അവർക്ക് സ്നേഹമാണ്. ഈ ഇടയായിട്ട് എന്നെ ഞെട്ടിച്ച ഒരു സംഭവമുണ്ട്. കാരണം എൻ്റെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പഠിച്ചു, 10ാം ക്ലാസ് വരെ. അതിനുശേഷം സെമിനാരിയിൽ പോയി. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം. അപ്പം ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ കൂട്ടുകാരെയൊക്കെ എപ്പോഴും ചേർത്ത് നിർത്തും എൻ്റെ കൂടെ. കാരണം അവധിക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിക്കും. അത് പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവർ കല്യാണമൊക്കെ കഴിച്ച് ഓരോരുത്തരും ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നു, സന്തോഷമുണ്ട് അവരെ കാണുമ്പോൾ. അവരൊരു എന്താ പറയുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നീ നല്ലൊരു വൈദികനായി തീരണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജീവിക്കുവാനുള്ള ഒരു ശക്തിയാണ് അവരുടെ സ്നേഹം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് പട്ടമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് സുമേഷ് എന്നാണ്, ഒരു ഹൈന്ദവനാണ്. അവൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. അപ്പോൾ അവൻ്റെ പുതിയ വീടാണ്. അപ്പം പറഞ്ഞ്, ജോബേച്ച ഒന്ന് വെഞ്ചരിക്കണം കേട്ടോ. വെഞ്ചരിക്കണമെന്നോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പൂജാരിയൊക്കെ വന്നിട്ട് അങ്ങനെ ഉദ്ഘാടനമൊക്കെ അങ്ങനെ, ജോബേഷ് എൻ്റെ കൂട്ടുകാരനല്ലേ, വെഞ്ചരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെഞ്ചരിക്കാനുള്ള വെള്ളവും ഇതൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവരുടെ വീടൊക്കെ വെഞ്ചരിച്ചിരിക്കണോ, പൂജാമുറി എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലായിടത്തും വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. കൊള്ളാമല്ലോ, പൂജാമുറി വെഞ്ചരിക്കുക. നോക്കിയപ്പോൾ ആണ് പൂജാമുറിയുടെ ഒരു പ്രധാന ഭാഗത്ത് ഈശോയുടെ ഒരു ഫോട്ടോ. ഞാനപ്പോൾ ഓർത്ത്, ദൈവമേ, ഇവനെന്തെങ്കിലും പറ്റിയതാണോ, ഇല്ലെങ്കിൽ എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ വെഞ്ചരിച്ച് പറഞ്ഞപ്പോൾ ആ പൂജാമുറിയെ കഴിയുമ്പോൾ തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, അതും വെച്ചേക്കുന്ന ഒരു ഫോട്ടോ എന്നറിയാവോ, മുൾമുടി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ. കാരണം എനിക്ക് തന്നെ ചില സമയത്ത് പേടിയാണ്, എൻ്റെ ഈശോയെ ഇത്രയേറെ സഹിച്ച് നിന്നെ നോക്കാനായിട്ട് പേടിയാണ്, എനിക്ക് ചിലവും പേടിയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഒരുമാതിരി വലിയൊരു ഫോട്ടോ. അപ്പം ഞാൻ വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവൻ്റെ ഭാര്യ കാപ്പിയെ കൊണ്ട് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, സുമേഷേ, ഈ പൂജാമുറിയിൽ ഈശോയുടെ മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഫോട്ടോ നീ എന്തിനാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയുക, അതിനെന്താ കുഴപ്പമുണ്ടോ, പൂജാമുറി വെക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല. അവർ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഏറ്റവും വിശുദ്ധമായ ഏറ്റവും പവിത്രമായ ഒരു റൂമാണ് എൻ്റെ പൂജാമുറി. അതുകൊണ്ട് ഈശോയെ അവിടെ വെച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറ, ഞാൻ മാറ്റിവെക്കാം. ഞാൻ പറഞ്ഞു, അതിലല്ല, നിനക്ക് എന്ത് പറ്റി? കാരണം എൻ്റെ കൂടെ പഠിച്ചതാണ് പ്രിയപ്പെട്ടവരെ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവനിപ്പോൾ ഇലക്ട്രിസിറ്റിയിലൊക്കെ ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഇവനെന്ത് പറ്റി, ഇത്രയും കാലമായിട്ട് നമ്മൾ അറിഞ്ഞില്ല. അവൻ പുതിയൊരു ഭവനം പണിതപ്പോൾ അവിടെ അവൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈശോയെ വെച്ചേക്കുവാണ്. തിരുഹൃദയത്തിൻ്റെ കുറിച്ച് കഴിഞ്ഞ് സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഈശോയുടെ ആ രൂപം. ഞാനപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ പേര് ജോബി അച്ഛ. ഒന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, എനിക്ക് ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ, ഞാൻ എത്രയേറെ വിഷമിച്ച് ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും എൻ്റെ പൂജാമുറിയിൽ കയറി ഈശോയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കരഞ്ഞു പോകും ആദ്യം. അത് കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കും, ഒരു ശക്തിയാണ്, എനിക്ക് ധൈര്യമാണ്. ഈ സഹനങ്ങളൊക്കെ ഒന്നുമല്ലെന്നാണ് ഈശോ എന്നോട് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാകാറുണ്ട് ഈശോയെ. ഞാൻ ഹൈന്ദവനാകാം, പക്ഷേ എനിക്ക് വിശ്വാസമാ ഈശോയെ. ആലോചിച്ച് നോക്കാം, നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഉടുപ്പിട്ട അച്ഛന് പറയാൻ പറ്റുമോ? ഇത്രയേറെ സ്നേഹത്തോടെ ഈശോയെ കൂടെ കൂട്ടുന്ന ഒരു വ്യക്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ കൂരിച്ചരിച്ചു പോയി. കർത്താവേ, നീ എത്ര മഹത്തായ കാര്യങ്ങളാണ് എൻ്റെ കണ്ണുകളെ കാണാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത് പറഞ്ഞു. ഞാൻ ആ സുമേഷിനോട് പറഞ്ഞു, ഇത് വലിയൊരു സാക്ഷ്യമാണ്, ഞാൻ എവിടെയൊക്കെ പോയാലും സുമേഷേ നിൻ്റെ കാര്യം പറയും. കർത്താവ് മഹത്വപ്പെടുത്താനുള്ള ഒരു ഉപകരണമായിട്ട് ആ സുമേഷിനെ കർത്താവ് ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജനനം തൊട്ടേ ഒരു പക്ഷേ ഈ കർത്താവിൽ വിശ്വസിക്കുന്നവനാകാം. എന്നിട്ട് നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയാ? നമ്മൾക്കൊരു തകർച്ചകൾ, ഒരു വേദനകൾ, ഒരു നൊമ്പരം, ഒരു രോഗമൊക്കെ മാറുമ്പോൾ എവിടെ പോയി നമ്മുടെ വിശ്വാസം? പ്രിയപ്പെട്ടവരെ, അധികം ഈശോയെ അറിയാത്തവർ പോലും
ഈശോയെ തങ്ങളുടെ നാഥനും രക്ഷകനുമായി പ്രഖ്യാപിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. നമുക്ക് ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് അറിയാം, ഈശോയുടെ ഒത്തിരി കാര്യങ്ങൾ അറിയാം, അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പഠിക്കുന്നതാണ്, പ്രസംഗം കേൾക്കുന്നതാണ്. ഇതൊക്കെ അറിയാമായിട്ടും ദൈവം ഇത്ര അടുത്തിരുന്നിട്ടും നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഈശോ നൽകിയത് സ്വർണമോ പണമോ ഒന്നുമല്ല, സ്വന്തം ചങ്കിലെ രക്തത്താൽ എന്നെയും നിന്നെയും വീണ്ടെടുത്ത് സ്വന്തമാക്കി. അത് സ്വർണത്തിനോ പണത്തിനോ മൂല്യമായിട്ട് വെക്കാൻ പറ്റുന്നതല്ല, ഈശോയുടെ ചങ്കിലെ ചോര കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിൻ്റെ മകനാണ്, ക്രിസ്തുവിൻ്റെ മകളാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈശോ ഇതൊന്നും കാണുന്നില്ലേ, ഒന്നും അറിയുന്നില്ലേ? എല്ലാം അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും കാണുന്നുണ്ട്, എൻ്റെയും നിൻ്റെയും കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് തമ്പുരാൻ്റെതായ സമയമുണ്ട്. ഞാനും നിങ്ങളും വിചാരിക്കുന്ന സമയത്തല്ല ഈശോ പ്രവർത്തിക്കുന്നത്. അവൻ ദൈവമാണ്, മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നു എങ്കിലും അവൻ ദൈവമാണ്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എൻ്റെയും നിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നവനല്ല ഈശോനാഥൻ. ഈശോയ്ക്ക് അതിൻ്റേതായ സമയമുണ്ട്. ഒരു പിതാവിന് തൻ്റെ മക്കളെക്കുറിച്ച് എത്രത്തോളം സ്വപ്നങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ് ഈശോനാഥന് തൻ്റെ മക്കളായ നമ്മളെ പറ്റിയുള്ള സ്വപ്നം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, ഈശോ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഈശോ ഓരോ വഴി കൂടെ നടന്നു പോകുമ്പോൾ എന്നെ അനുഗമിക്കുക, അവർ കുറേ പേര് കൂടെ കൂടുന്നു. പിന്നെയും കുറേ ആൾക്കാർ ഈശോയുടെ വചനം കേൾക്കുവാനായിട്ട്, ഈശോയുടെ അത്ഭുതം കണ്ടിട്ട് ഒത്തിരിയേറെ ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുന്നു. പക്ഷേ ഇവരോട് ഈശോ പറഞ്ഞില്ല, നിങ്ങൾ എന്നെ അനുഗമിക്ക്, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പാദ്യം തരാം, കുറച്ച് സ്ഥലം വാങ്ങിച്ചു തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല, രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ എന്നൊന്നും ഈശോ പറഞ്ഞിട്ടില്ല. ഇല്ല, നമ്മൾ ഇപ്പം TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന നോൾട്ടാ, ഒന്ന് വാങ്ങുമ്പോൾ അടുത്തത് ഫ്രീ, ഇത് വാങ്ങിക്കുമ്പോൾ അത് വേറെ ഫ്രീ. ഇങ്ങനെ ഫ്രീകളുടെ ഈ ലോകത്ത് ഈശോനാഥൻ കള്ളത്തരം പറഞ്ഞില്ല, സത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുരിശ് മാത്രം എടുത്താൽ മതി, അടുത്തവരുടെ കുരിശ് എടുക്കേണ്ട കാര്യമില്ല. സ്വന്തം കുരിശ്, വ്യക്തമായി പറയുകയാണ്, സ്വന്തം കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന്. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കുരിശ് എടുത്ത് വേണം അനുഗമിക്കാനായിട്ട്. എന്താണ് ഈ സ്വന്തം കുരിശ്? നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ എന്തിനൊക്കെ ഒന്നിക്കുന്നു, അതൊക്കെയാണ് നിങ്ങളുടെ കുരിശ്. നിങ്ങൾ പറയും, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, മദ്യപാനം മാറ്റിത്തരണം, കടബാധ്യതയാണ്, കടബാധ്യത മാറ്റിത്തരണം, രോഗമാ, ഇതൊന്നും ഡോക്ടർമാരെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഒന്ന് ശരിയാക്കി തരണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് എൻ്റെയും നിൻ്റെയും കുരിശ്. ഈ കുരിശില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുരിശും എടുത്തുകൊണ്ട് വേണം നീ യാത്ര തുടരുവാനായിട്ട്, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട്. ഇതിന് ഈ കുരിശ് നിന്നെയും എന്നെയും സഹായിക്കും. ഒരുപക്ഷെ നിന്നോട് മറുതലിച്ച് നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിയാകാം. ഒരു നല്ല കുരിശാ, എടുക്കുക, പോവുക. കാരണം നിന്നെയും എന്നെയും സൃഷ്ടിച്ച ദൈവം, നമുക്കൊരു പദവി ഒന്നുമില്ലല്ലേ, കുടുംബജീവിതം ഇല്ലെങ്കിൽ വൈദിക ജീവിതം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ എന്ത് ഭാര്യയാണ് ഇവള്, ഇല്ലെങ്കിൽ എന്ത് ഭർത്താവാണത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇന്നയാളുടെ കൂടെ ചേരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും ബ്രോക്കർ വന്നതുകൊണ്ട് പറ്റിപ്പോയ, ചില അമ്മച്ചിമാർ പറയുന്നിട്ടുണ്ട്, പറ്റിപ്പോയതാ അച്ഛാ, ബ്രോക്കർമാർ വന്ന് ചതിച്ചതാ. ഏതാ 10-30 വർഷം കഴിഞ്ഞപ്പോഴേ പറയുന്നത് ബ്രോക്കർ ചതിച്ചതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചേരേണ്ടതേ ചേരത്തുള്ളൂ. ഈശോയ്ക്കറിയാം, ഈശോ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇന്നയാളോട് കൂടെ ഇന്നയാൾ ചേരണം. കാരണം നമ്മളുടെ ഈ ഭർത്താവിനെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഭാര്യയെ നമുക്കല്ലാതെ ആർക്കും രക്ഷയിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്കോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഒന്നും പറ്റത്തില്ല.
നമുക്ക് ദൈവം സ്വന്തമായി തന്നേക്കുന്ന നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും നമുക്ക് തന്നതാണ് കർത്താവ് സ്വന്തമായിട്ട്. നമ്മൾ വഴി അദ്ദേഹം വിശുദ്ധീകരിക്കപ്പെടും, രക്ഷയിലേക്ക് നയിക്കപ്പെടും. അതുതന്നെ ഒരു വലിയ വചന പ്രഘോഷണമല്ലേ? കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കാനായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇതാണ് കർത്താവ് നയിക്കുന്ന കുരിശുകളും സഹനങ്ങളും. ഇത് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം, സന്തോഷത്തോടെ ഏറ്റെടുക്കണം. പരിശുദ്ധമ്മ പറയുന്നത് പോലെ, ഇതാ കർത്താവിന് ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, എന്തൊക്കെയായാലും പ്രശ്നമില്ല, കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ എന്ന ഒരു താഴ്മ, എളിമയുടെ ഒരു മനോഭാവം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക, നമ്മൾ പറയും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, മക്കൾ പോലും പറയുന്നത് കേൾക്കുന്നില്ല. ഞാനും നിങ്ങളും ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി നമ്മുടെ പിറകെ വരുന്ന തലമുറ സഹിക്കുവാൻ പോകുന്ന എല്ലാ സഹനങ്ങൾക്കും അർത്ഥം കണ്ടെത്തിയവനാണ്, സഹനത്തിൻ്റെ വഴി എഴുതി വെച്ചവനാണ് ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെപ്പോഴും പറയും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ആരും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാനപാത്രം, കർത്താവ് കുടിച്ച പാനപാത്രം. ഈ പാനപാത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കൊള്ളാം. പാനപാത്രം നമ്മുടെ കാസയില്ലേ, അച്ഛൻ ഈശോയുടെ തിരുരക്തം വിശുദ്ധീകരിക്കുന്ന പാനപാത്രം അതുപോലെ തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ പാനപാത്രം വ്യത്യസ്തപ്പെട്ടതാണ്. ഒരു പാട്ട് പ്രകാരമാണ് നമ്മൾ മരണത്തിന്, ശരിക്കും പറഞ്ഞാൽ മരണത്തിനല്ല പാട്ട് പാടേണ്ടത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അച്ഛനാകുന്നവരെ എനിക്കും പേടിയായിരുന്നു. ഞാൻ ഓർത്ത് മരണത്തിന് മാത്രം പാടുന്ന ഒരു പാട്ട്, മരണത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ അച്ഛനായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല, ഈ പാനപാത്രത്തിൻ്റെ പാട്ട് എല്ലാ ദിവസവും നമ്മൾ പാടണം. ഇത് കർത്താവ് കുടിച്ച പാനപാത്രമാണ്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നവൻ, രോഗികളെ സുഖപ്പെടുത്തിയവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുക ഗെത്സമേൻ തോട്ടത്തിൽ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. കൊള്ളാലോ, ഈശോ പോലും പ്രാർത്ഥിച്ചതാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്ന് പോകട്ടെ. പിതാവായ ദൈവം മിണ്ടുന്നില്ല. അത്രയും നാൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, മലമുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അതുപോലെ തന്നെ രൂപാന്തരണ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുക. ദേ ഗെത്സമേൻ തോട്ടത്തിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചിട്ടും ദൈവപിതാവ് മിണ്ടുന്നേ ഇല്ല. നമ്മൾ പറയാറില്ലേ, ആരും മനസ്സിലാക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല, ദൈവം കേൾക്കുന്നില്ല. ഈശോയ്ക്കേ ഇത് സംഭവിച്ചെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ പറയണോ പ്രിയപ്പെട്ടവരെ? ഇത്രയേറെ പ്രാർത്ഥിച്ച ഈശോയ്ക്ക് പോലും ഇതാ സംഭവിച്ചേ. പിതാവ് കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല, മിണ്ടാതിരുന്ന് കളഞ്ഞ്. എന്തെന്നല്ല നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈശോ കുറച്ചു നേരം നോക്കി കാണും, ഒന്നും മിണ്ടുന്നില്ലല്ലോ, പിതാവേ പാനപാത്രം മാറ്റാൻ പറ്റും. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഇത് ഈശോ പറയുവാനായിട്ട് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ്റെ അമ്മ കന്യകാമറിയം അവനെ പഠിപ്പിച്ചു ദൈവ ഇഷ്ടം നിറവേറപ്പെടുവാനായിട്ട്. അതുകൊണ്ടല്ലേ മാതാവ് പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ, കുഴപ്പമില്ല, എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല, മുന്നോട്ട് പോകാം. ഇതാണ് ഈശോ പറഞ്ഞത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അവൻ്റെ അമ്മ, ഈശോയുടെ അമ്മ അവനെ പഠിപ്പിച്ചു ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനായിട്ട്. അപ്പോൾ ഞാനും നിങ്ങളും കലഹിക്കരുത്. കർത്താവ് കേൾക്കുന്നില്ലല്ലോ, 9 ആഴ്ച നൊവേന കൂടിയിട്ട് കർത്താവ് കേൾക്കുന്നില്ലല്ലോ. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നില്ലല്ലോ. ദേ ഇതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ, മിണ്ടാതിരിക്കും കേട്ടോ. ചില സമയത്ത് ഈശോ അങ്ങനെയാണ്, മിണ്ടാതിരുന്ന് കളയും. നമ്മളെ കേൾക്കുന്നില്ലെന്നല്ല അതിനർത്ഥം,
നമ്മൾ എവിടം വരെ പോകും, എത്ര നാൾ കർത്താവിൽ ആശ്രയിക്കുമെന്ന് നോക്കുക. ടെസ്റ്റ് അടിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ലോക ആരംഭം മുതൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം പട്ടിണിയാണോ? അല്ല. യുദ്ധഭീതിയാണോ? ഒട്ടുമല്ല. കൊറോണയാണോ? കൊറോണ കഴിഞ്ഞു പോയില്ലേ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് അറിയാവോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്താണ്? ചിലരൊക്കെ വിചാരിക്കും ഒരു ചേർന്ന ഇണയെ കിട്ടാത്തതാണ്. ഒന്നുമല്ല, ഏകാന്തതയാണ്. ഏകാന്തത. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് കണ്ടു. കർത്താവിനറിയാം. കണ്ടോ, കർത്താവിന് എന്നെ നിന്നെയും കുറിച്ച് അറിയാം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം അത് പട്ടിണിയോ ദാരിദ്ര്യമോ ഒന്നുമല്ല, ഏകാന്തതയായിരുന്നു. ഈശോ അനുഭവിച്ച് പ്രിയപ്പെട്ടവരെ ഏകാന്തത. ഇഷ്ടംപോലെ ശിഷ്യന്മാരും പരിവാരങ്ങളൊക്കെ പുറകെ നടക്കുമായിരുന്നു. അത്ഭുതങ്ങളെ കണ്ട് അപ്പങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് തിന്ന് സന്തോഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ഈ മരണത്തിൻ്റെ സമയത്ത്, പീഡാസനത്തിൻ്റെ സമയത്ത് ആരുണ്ടായിരുന്നു കൂടെ? ചങ്കുകാരന്മാരെല്ലാം പൊയ്ക്കളഞ്ഞ്. ഞങ്ങൾ ചങ്കാണ് നിൻ്റെ, മരിക്കാൻ പോലും തയ്യാറാകുമെന്ന് പറഞ്ഞമാരൊന്നും കാണാതായിപ്പോയി. ഇതാണ് പ്രിയപ്പെട്ടവരെ ഏകാന്തത ഈശോ അനുഭവിച്ചു. ഇനി അന്ത്യത്താഴ സമയത്ത് അപ്പവും കഴിച്ചിട്ട് ശിഷ്യന്മാർ നല്ല ഉറക്കുക, കൂർക്കം വലിച്ച്. ഗസമേ തോട്ടത്തിൽ നമുക്കറിയാം, ബൈബിൾ വായിക്കാൻ മനസ്സിലാവും, കൂർക്കം വലിച്ചവന്മാർ ഉറങ്ങുമായിരുന്നു. ഈശോ പോയി പറഞ്ഞു, മക്കളെ അല്പനേരം കൂടെ ഉള്ളടാ, എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ നിന്ന് ഭക്ഷണം വയറുന്നിറങ്ങി, ഇനി എന്ത് ഉണർന്നിരിക്കാനായിട്ട്? അവർ ഉറങ്ങി. പ്രിയപ്പെട്ടവരെ, ഏകാന്തത കർത്താവ്, ഏകാന്തതയുടെ വേദന. ഒരു പക്ഷേ ഈ ഏകാന്തത തീവ്രമായതുകൊണ്ടായിരിക്കാം ഈശോയുടെ രക്തം പോലും പുറത്തു വന്നത് വിയർപ്പ് തുള്ളികൾ പോലെ. ഏകാന്തത വളരെ വലിയൊരു വേദനയാണ് പ്രിയപ്പെട്ടെ. ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഏകാന്തത മനസ്സിലാക്കി എന്താണെന്ന്. കുറച്ച്. ഈശോ ഇത്രത്തോളം ഏകാന്തത. കാരണം കൂടെ നടന്ന ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ച് ഈശോയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അതുതന്നെയല്ലേ ഏറ്റവും വലിയൊരു ഏകാന്തത. ഇനി തിരസ്കരണം. നമ്മൾ ചില കാര്യങ്ങൾ പറയാം, അവന് മനസ്സിലാവുന്നില്ല, ഞാൻ തിരസ്കരിക്കപ്പെട്ടു പോയി, ഞാനൊരു കാര്യം അവതരിപ്പിച്ചതാണ് മീറ്റിങ്ങിൽ, തിരസ്കരിക്കപ്പെട്ടു പോയി. അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യം അവതരിപ്പിച്ചതാണ്, തിരസ്കരിക്കപ്പെട്ടു പോയി. തിരസ്കരണവും ഈശോ അനുഭവിച്ചു. പത്രോസ് പറഞ്ഞു, അവനെ ഞാൻ അറിയില്ല 3 പ്രാവശ്യം പറഞ്ഞു. തലേദിവസം പറഞ്ഞ വാണിംഗ് കൊടുത്ത, മോനെ ഈ നാളെ 3 പ്രാവശ്യം എന്നെ തള്ളി പറയും കേട്ടോ. പക്ഷേ അവനത് അന്നേരം മനസ്സിലായില്ല. പിറ്റേ ദിവസം അവന് മനസ്സിലായി. അവൻ പറഞ്ഞു, അവനെ ഞാൻ അറിയുകയില്ല. ഇനി അടുത്തൊരു പ്രശ്നമാണ് ചുംബനം. പ്രിയപ്പെട്ടവരെ, ചുംബനം വിശുദ്ധമാണ് അല്ലേ? വിശുദ്ധമാണ് ചുംബനം. ഈ വിശുദ്ധമായ ചുംബനത്തെ പോലും അശുദ്ധമാക്കിക്കൊണ്ട് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. വിശുദ്ധമായ ചുംബനത്തെ അശുദ്ധമാക്കിക്കൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുത്തു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെയും നിന്റെയും ചുംബനം എപ്രകാരമുള്ളതാണ് ചിന്തിക്കാനുള്ള സമയമാണ്. നമ്മൾ ചുംബിക്കാറില്ലേ നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുംബിക്കാറില്ലേ? എന്താണ് തലയിൽ കിടക്കുന്നത് വിചാരിക്കണം. ഒറ്റിക്കൊടുക്കുകയാണോ അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ചുംബിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈശോയെ ചുംബിച്ചത് അവനെ ഒറ്റിക്കൊടുക്കുവാനാണ്. വിശുദ്ധമായ ചുംബനത്തെ പോലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ഇത്രയേറെ വചനങ്ങൾ കേട്ട ശിഷ്യൻ അശുദ്ധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. യേശുവേ നന്ദി. ഇനി കൈവിടുന്ന ദൈവം കൈവിട്ടു, ടോട്ടലി കൈവിട്ടു. ഗസ്തമേൻ തോട്ടത്തിൽ വളച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈശോയ്ക്ക്, കൊള്ളാം ഉണ്ടായിരിക്കുവാണല്ലേ. കുരിശുമേ കിടക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുക, കുരിശെ പടഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പിതാവേ, ഒന്നും നമുക്ക് മനസ്സിലായി, കുരിശ് കിടന്നുകൊണ്ട് ഇങ്ങനെ കുറേ നേരം നോക്കി കാണും, രക്ഷപ്പെടാനായിട്ടുള്ള വലിയ മാർഗം ഉണ്ടാവുമോ നോക്കി കാണാം. ദൈവം ഒന്നും മിണ്ടായിരിക്കുന്നല്ലോ. എന്താണ് ഇത്രയേറെ സകലങ്ങളും വേദനകളും ഒക്കെ ഞാൻ സഹിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഈശോയ്ക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ മിണ്ടത്തില്ലെന്ന് മനസ്സിലായി. ദൈവപിതാവ് മിണ്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഈശോ അടുത്ത അമ്പ് ചെയ്തു. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മരണത്തോളം അടുക്കുന്ന സമയത്ത് ഇത്രയേറെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുമ്പോഴും
ഏറ്റവും ഒടുവിൽ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ കുറച്ചേറെ പ്രാർത്ഥിക്കും, കുറേയൊക്കെ കുമ്പസാരിക്കും, ധ്യാനത്തിനൊക്കെ പങ്കുകൊള്ളും, നൊവേനയിലൊക്കെ പങ്കുകൊള്ളും. കിട്ടത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത മാർഗത്തിലേക്ക് പോകും. നമ്മളിൽ പലരും അങ്ങനെയാണ്. നമ്മൾ മാനസികമായിട്ടുള്ള ഏറ്റവും വലിയൊരു ചിന്തയാണ് അടുത്ത മാർഗം. ഇവിടെ കിട്ടുന്നില്ല, അടുത്ത സ്ഥലത്ത് നോക്കാം. അങ്ങനെ അലയരുത് പ്രിയപ്പെട്ടവരെ. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ ആത്മാവ് അവൻ്റെ കൈകളിലായിരിക്കട്ടെ, അല്ലാതെ നിങ്ങൾ വല്ലവൻ്റെയും കൈകളിൽ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് നശിപ്പിക്കരുതേ. നമ്മൾ ചെറുപ്പം മുതലേ അധ്വാനിച്ച് ഈ വിശ്വാസത്തിൽ ജീവിച്ച് അവസാനം മരണത്തോടടുക്കുമ്പോൾ ആത്മാവിനെ വല്ലവൻ്റെയും കൈ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ പോകരുതേ. വെറുതെ നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയരുതേ. ശരീരം ഇവിടെയൊക്കെ തീരും, ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ളതാണ്. ആ ആത്മാവിനെ നിങ്ങൾ ഈ ലോകത്ത് എല്ലാ മനുഷ്യൻ്റെയും കയ്യിൽ കൊണ്ട് കൊടുക്കരുതേ, നശിപ്പിച്ച് കളയരുതേ, നിർവീര്യമാക്കരുതേ. കർത്താവ് നമ്മുടെ ആത്മാവിനെ അഭിലഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ സ്വർഗത്തിൽ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പോയത്. അങ്ങ് മരിച്ചങ്ങ് പോയപ്പോഴേ വെറുതെ അങ്ങ് പോയില്ല. നിങ്ങളോട് കൂടെ എപ്പോഴും ആയിരിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് ഈശോ പോയത് പ്രിയപ്പെട്ടവരെ. അത്രയേറെ സ്നേഹം. അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാനായിട്ട്. ഇതാണ് ഏറ്റവും വലിയ ഒരു സ്നേഹം. ഇവിടെ നമ്മളെപ്പോഴും ചിന്തിക്കും, ഈശോയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല, ഒന്നും മിണ്ടിയില്ല, പിതാവ് മിണ്ടി. എപ്പോഴാണെന്നറിയോ? 3-ാമത്തെ ദിവസം. അതുവരെ പിതാവ് നല്ല ഉറക്കത്തിലായിരുന്നു, മിണ്ടിയില്ല. 3-ാമത്തെ ദിവസം ഉയർപ്പിലൂടെ കാണിച്ചു കൊടുത്തു, നിന്റെ പ്രാർത്ഥന, നിന്റെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പിതാവ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് സമയം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. കർത്താവിൻ്റെതായ സമയമുണ്ട്. ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല കർത്താവ്. കർത്താവിന് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇനി നിന്റെ ജീവിതത്തിൽ ക്ലേശങ്ങള്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ കുരിശിലേക്ക് വെറുതെ നോക്കിയിരിക്കുക. ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട, വെറുതെ നോക്കിയിരിക്കുക. നിന്റെ ജീവിതത്തിന്, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, രോഗങ്ങൾക്ക് ക്രൂശിതൻ ഉത്തരം പറയും പ്രിയപ്പെട്ടവരെ. അതാണ് കുരിശിലുണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. നമ്മൾ ഇത് ഉത്തരം മനുഷ്യൻ അങ്ങോട്ടും നടക്കേണ്ട കാര്യമില്ല. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കുരിശിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെയും നിന്നെയും അവൻ സമാശ്വസിപ്പിക്കും. എനിക്കും നിനക്കും അവിടുന്ന് ആശ്വാസം തരും, ആനന്ദം നൽകും. ഈ കുരിശിൽ കിടക്കും പോലും ഈശോയുടെ ഒരു മനോഭാവം അത് ഭയങ്കര കേട്ടോ. കുരിശിൽ കിടക്കുമ്പോൾ ഈ ആൾക്കാർ ഇതെല്ലാം കിടന്നിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ടാവും. കള്ളൻ, ചെയ്യാത്ത കാര്യത്തിന് കള്ളൻ എന്ന് മുദ്ര കൊടുക്കപ്പെട്ട് കുരിശുമേൽ കള്ളന്മാരുടെ ഇടയിൽ ഈശോയെ തറച്ചിട്ട് ഈശോ ഒരിക്കലും വിഷമിക്കുന്നില്ല. ഈ ആൾക്കാർ ഇതൊക്കെയാണ് ചെയ്തതെന്ന്. സഹനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ആൾക്കാരോട് ഈശോ ആ താഴെ നിന്നിരുന്ന കുരിശുമേൽ താഴെ നിന്ന ശത്രുക്കളോടൊന്നും ഈശോയ്ക്ക് ഒരു വിരോധവുമില്ല. ഈശോ ഇപ്രകാരം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ഈശോയുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല കേട്ടോ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈശോ ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞത്? എന്തൊരു മനസാന്നിധ്യമാണത്, എന്തൊരു ചങ്കൂറ്റമാണ് ശത്രുക്കളുടെ മുന്നിൽ. നമ്മളാണ് പറയുമോ, നമ്മളാണ് കൊള്ളാടെ, നിനക്ക് ഞാൻ കുരിശെന്ന് ഇറങ്ങിക്കൊണ്ട് നിനക്ക് വെച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് അത്രയേറെ സ്നേഹം, തന്നോട് എതിർത്ത് നിൽക്കുന്നവരോട് അത്രയേറെ സ്നേഹം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ കുമ്പസാരിക്കുമ്പോൾ ക്ഷമിക്കുന്നത്. ഇതൊക്കെ മനസ്സിൽ വെക്കുന്ന ആളാണ്, കൊള്ളാടാ നീ ആൾ, നിനക്കിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ല, സ്നേഹമാണ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മളോട് ക്ഷമിക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവരും ഇവിടെ കണ്ണട ഉപയോഗിക്കുന്നില്ലേ?
നമുക്ക് കാഴ്ച നന്നായിട്ട് കാണാനായിട്ട് നല്ലൊരു ക്ലാരിറ്റി കിട്ടും അല്ലേ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാനായിട്ടൊക്കെയാണ് നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നത്. അതാണ് ഈശോ സ്നേഹത്തിൻ്റെ കണ്ണട ധരിച്ച വ്യക്തിയാണ്. സ്നേഹത്തിൻ്റെ കണ്ണട ഈശോയ്ക്കുണ്ടായിരുന്നു. ഒരു കവിത പ്രകാരമാണ്: എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ കണ്ണട ഞാനും നീയും ഉപയോഗിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹത്തിൻ്റെ കണ്ണട ഞാനും നീയും ഉപയോഗിക്കുമ്പോൾ ഈശോ ലോകത്തെ നോക്കി കണ്ടതുപോലെ, ഈശോ ലോകത്തെ മനുഷ്യരെ കണ്ടതുപോലെ, ഈശോ എന്നെയും നിന്നെയും കാണുന്നത് പോലെ സ്നേഹത്തോടെ കാണാനായിട്ടും അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുവാനുമായിട്ടുള്ള ഒരു ചങ്കൂറ്റവും ധൈര്യവും ബലവും ഈശോ നമുക്ക് തരും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ കണ്ണട കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. തമ്പുരാനെ, നീ സ്നേഹത്തിൻ്റെ കണ്ണട എനിക്ക് തരണമേ. ഈ ലോകത്തെ നീ കണ്ടതുപോലെ, നീ ജീവിച്ചതുപോലെ, നീ അനുഗ്രഹിച്ചതുപോലെ വലിയൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകണം. ചില വ്യക്തികളുണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മളൊരു അമ്മച്ചി, നമ്മളിച്ചിരി ഇതായിട്ട് അമ്മച്ചി പോട്ടെ, രോഗങ്ങളൊക്കെ അല്ലേ, ഈശോ അനുഗ്രഹിക്കും എന്ന് പറയുമ്പം അവർ പറയും, അച്ഛാ ഈശോയ്ക്ക് അറിയാം അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല, ഈശോ അറിയാതെ ഇതൊന്നും സംഭവിക്കത്തില്ലല്ലോ, എന്തെങ്കിലും ഒരു പദ്ധതി കാണും ഈശോയ്ക്ക് എന്നെ കൊണ്ട്. അവരുടെ ആ മുഖത്തെ സന്തോഷം കാണണം. പ്രിയപ്പെട്ടവരെ, ഈശോയോടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പഴഞ്ചൊല്ലി പ്രകാരമല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഈശോയാകുന്ന ഈ മുല്ലപ്പൂമ്പൊടിയോട് കല്ലുകളായി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കും. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന സ്നേഹത്താൽ കർത്താവ് നമ്മളെ പൊതിയും. നമ്മൾ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും നമ്മൾ വചനത്തിൻ്റെ വാഹകരാകും, വചനത്തിൻ്റെ പ്രഘോഷകരാകും. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ കണ്ടു വേണം മറ്റുള്ളവർ മനസ്സിലാക്കാൻ. ഇപ്പം കർത്താവിൻ്റെ മകനാ, കർത്താവിൻ്റെ മകളാ, അതിന് പ്രത്യേക സെറ്റിങ്സ് ഒന്നും വേണ്ട. കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും, നമ്മുടെ സാന്നിധ്യം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അല്ലേ അഭിഷേകിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമുക്ക് സ്വന്തമാക്കാം. കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി വാഴ്ത്താം. യേശുവേ നന്ദി, ആരാധന. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നൽകിയ വചനത്തെ ഓർത്തെന്ന് പറയാം. തമ്പുരാനെ, നിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയെ സ്തുതിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തമ്പുരാനെ, ഈ മക്കളെ പൂർണ്ണമായിട്ട് ഞങ്ങൾ തിരുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇവർ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവയുടെ മേലെല്ലാം കർത്താവ് തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിശുദ്ധീകരിക്കണമേ, നിന്റെ കുരിശോട് ഈ മക്കളെ ചേർത്ത് നിർത്തണമേ, നിന്റെ വലിയ കൃപ ദർശിക്കുവാനായിട്ട് ഇവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സ്തുതി, യേശു ആരാധന, ഹല്ലേലൂയ.